മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഏതാണ്ട് 17 ലക്ഷം പേര് കാണുകയുണ്ടായി. മറ്റ് ജനങ്ങൾ സ്വന്തം താല്പര്യപ്രകാരം അപ്ലോഡ് ചെയ്തിരിക്കുന്ന എൻ്റെ പ്രഭാഷണങ്ങളുടെ എണ്ണം, അത് കണ്ടവരുടെ എണ്ണം ഇപ്പോൾ പറഞ്ഞ 17 ലക്ഷത്തിൽ പെടുത്തിയിട്ടില്ല. അതുകൂടി ചേർത്താൽ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ ഏതാണ്ട് 25 ലക്ഷം പേര് കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. പലരും പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ഇമെയിൽ വഴിക്കും ടെലിഫോൺ വഴിക്കുമെല്ലാം. പലപ്പോഴും ഓരോ വിവരണങ്ങളും ഈ സംശയത്തിൻ്റെ നിവാരണത്തിന് കൂടി ചേർത്തിട്ടാണ് ഓരോ സന്ദേശങ്ങൾ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പലരും വിവരിക്കാറുണ്ട്, ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി സംശയങ്ങൾക്ക് ഉത്തരം ലഭിച്ചു എന്ന്. കഴിഞ്ഞ ഒരു മാസമായിട്ട് 4-5 വ്യക്തികൾ, വർഗീസ്, ഇടിക്കുള, മാനുവൽ, എല്ലാവരും ക്രിസ്ത്യൻസാണ്. അവർ ഒരേ സ്വരത്തിൽ, പരസ്പരം അറിയാവുന്നവരാണെന്ന് തോന്നുന്നില്ല, ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു, സാർ പറയുന്ന ഏതാണ്ട് എല്ലാ പോയിന്റുകളോടും ഞങ്ങൾ വളരെയധികം യോജിക്കുന്നു, വളരെ ശാസ്ത്രീയമാണ്. പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും പറയുന്ന എല്ലാത്തിനോടും യോജിക്കാൻ സാധിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനോടും യോജിക്കാൻ സാധിക്കുന്നില്ല. ബൈബിളിലുള്ളത് കുറേ അധികം ശാസ്ത്രീയമാണ്, അതല്ല എന്ന് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സാറിന് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അവരാരും എന്നോടുള്ള ദേഷ്യം കൊണ്ടോ എന്നോടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഹിഡൻ ആയിട്ടുള്ള വികാരം കൊണ്ടോ അല്ല ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബൈബിളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്കറിയാവുന്ന സയൻസ് ഉപയോഗിച്ച് പറയണം എന്നാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് റിസർച്ച് ചെയ്തവർ പറയുന്ന കാര്യങ്ങൾ പറയണമെന്നാണോ? രണ്ടായാലും കഴിഞ്ഞ ആഴ്ചയിൽ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ CP മാത്യു, അദ്ദേഹം എൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയുണ്ടായി. അദ്ദേഹം എഴുതിയ പുസ്തകം, ചെറിയൊരു പുസ്തകമാണ്, 14 പേജുള്ള പുസ്തകം, റെഫറൻസ് കൂടി ചേർത്ത് തന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം എനിക്ക് അയച്ചു തരികയുണ്ടായി. ഇത് അദ്ദേഹം അയച്ചു തന്ന പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് ഡോക്ടർ ബ്രാക്കറ്റിലെ പ്രൊഫസർ CP മാത്യു. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് യേശുക്രിസ്തു ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ ചുവട്ടിൽ ശ്രീനഗറിൽ ഈശോ നബിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന റോസാബാൽ കെട്ടിടം എന്നും പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിൽ തന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഒരു വികാരവുമില്ലാതെ വായിക്കുകയാണ്. 15 മിനിറ്റ് നിങ്ങളിത് കേൾക്കണം. പ്രത്യേകിച്ച് ബൈബിളിനെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് അറിയണം എന്ന് എന്നോട് നിർദ്ദേശിച്ചവരുൾപ്പെടെ കേൾക്കണം. ഞാനത് വായിക്കുന്നു. എൻ്റേതായിട്ടുള്ള കമൻ്ററികളൊന്നും അതിനകത്തില്ല, പ്രധാന ഭാഗങ്ങളാണ് വായിക്കുന്നത്. AD 2-ാം സഹസ്രാബ്ദം അവസാനിക്കുന്ന ഘട്ടത്തിൽ ലോക ക്രൈസ്തവരിൽ ആശ്ചര്യവും ഞെട്ടലും ഉണ്ടാക്കുന്ന 2 സന്ദേശങ്ങൾ റോമിൽ നിന്നും ലണ്ടനിൽ നിന്നും വരികയുണ്ടായി. റോമിൽ നിന്ന് വന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതിന് തെളിവൊന്നുമില്ല, ഒസർവത്തോറി റൊമാനോ എന്ന വത്തിക്കാൻ പത്രത്തിൽ അത് അച്ചടിച്ചു വന്നു. അതിൻ്റെ വിശദീകരണത്തിൽ ബൈബിൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള കഥ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് പോപ്പ് സമ്മതിച്ചു. മനുഷ്യൻ പരിണമിച്ചുണ്ടായതാവാം എന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിഗമനത്തിൽ എത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് ശാസ്ത്രീയ വിജ്ഞാനമാണ്. പരിണാമവാദികളായ ലാമാർക്ക്, ഡാർവിൻ, ഡി ഫ്രീസ്, ടെയിലാർട്ട് എന്നിവരുടെ ആശയങ്ങളെ കത്തോലിക്കാ സഭ മുൻപ് നിന്ദിച്ചിരുന്നു.
എങ്കിലും ഇപ്പോൾ അഭിനന്ദിക്കേണ്ടി വന്നു. ഇത് റോമിൽ നിന്ന് വന്ന സന്ദേശമാണ്, പോപ്പിൽ നിന്ന് വന്ന സന്ദേശമാണ്. ലണ്ടനിൽ നിന്ന് മുഴങ്ങിയത് ലോകത്തിലെ 7 കോടി വരുന്ന പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുടെ പരമാധികാരിയായ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് കാരിയുടെ പ്രസ്താവനയാണ്. 1999 ആഗസ്റ്റ് 2-ാം തീയതി ഇത് ലോകമെങ്ങുമുള്ള പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ജോർജ് കാരിക്ക് സംശയം. മരിച്ച എന്നുള്ളത് കൊട്ടേഷനിലാണ്. മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റോ എന്ന് നമുക്കുറപ്പില്ല. ഇതാണ് ആർച്ച് ബിഷപ്പിൻ്റെ സഹസ്രാബ്ദ സന്ദേശത്തിൽ പറയുന്നത്. 70 ദശലക്ഷം ആംഗ്ലിക്കൻ സഭാവിശ്വാസികളുടെ ആത്മീയ ആചാര്യനായ ആർച്ച് ബിഷപ്പ് സംശയം പ്രകടിപ്പിച്ചത് ലണ്ടനിലെ മെയിൽ പത്രം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നും കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്നും ഉറപ്പാണെന്ന്, എന്നാൽ അദ്ദേഹം കുരിശിൽ മരിച്ചു എന്നും ഉയർത്തെഴുന്നേറ്റു എന്നതും അത്ര നിശ്ചയമില്ല എന്നുമായിരുന്നു ബിഷപ്പിൻ്റെ പ്രസ്താവനയുടെ ചുരുക്കം. ആംഗ്ലിക്കൻ സഭാവിശ്വാസികൾക്ക് അദ്ദേഹം നൽകിയ സഹസ്രാബ്ദ സന്ദേശത്തിൻ്റെ ചുരുക്കമാണിത്. ക്രൈസ്തവ മതവിശ്വാസത്തിൻ്റെ അടിത്തറ തകർക്കുന്ന പ്രസ്താവനയാണിത്. ഈ പ്രസ്താവന യൂറോപ്പിലെ മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിലെ മേലധ്യക്ഷന്മാർക്ക് ഞെട്ടലുണ്ടാക്കി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന വിശ്വാസത്തെ പോപ്പ് അട്ടിമറിച്ചെങ്കിൽ ക്രിസ്തു മൃതരിൽ നിന്നും 3-ാം നാൾ ഉയർത്തു എന്ന വിശ്വാസത്തെ ആർച്ച് ബിഷപ്പ് ജോർജ് കാരി തകർത്തു. പരിണാമവാദികളായ ശാസ്ത്രജ്ഞന്മാരുടെ ആശയങ്ങളാണ് പോപ്പിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചത്. ഹോൾഗർ കർസ്റ്റൺ എന്ന ചരിത്ര ഗവേഷകൻ പ്രസിദ്ധീകരിച്ച ക്രിസ്തു ഇന്ത്യയിൽ ജീവിച്ചിരുന്നു, ജീസസ് ലിവ്ഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം കാൻറ്റർബറി ആർച്ച് ബിഷപ്പിൻ്റെ കണ്ണ് തുറപ്പിച്ചു. ജർമ്മൻ മതചരിത്ര ഗവേഷകനാണ് ഹോൾഗർ കർസ്റ്റൺ. 20 വർഷത്തോളം അദ്ദേഹം നടത്തിയ പഠനങ്ങളുടെ ഫലം ക്രിസ്തു ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന പുസ്തകത്തിലൂടെ 1993 അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അടുത്തത് സത്യവും സങ്കല്പവും. ഡോക്ടർ CP മാത്യുവിൻ്റെ പുസ്തകത്തിലെ കണ്ടിന്യൂവേഷനാണ്. യേശു കന്യകയിൽ ജനിച്ചു, കുരിശുമരണം വരിച്ചു, 3-ാം നാൾ ഉയർത്തു, 40-ാം നാൾ ഉടലോടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. ഇവ വിശ്വാസം മാത്രമാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യങ്ങളല്ല. മറിയമാണ് യേശുവിൻ്റെ അമ്മ, അത് തർക്കമുള്ള കാര്യമല്ല. യേശുവിൻ്റെ പിതാവ് ദൈവമാണെന്ന വിശ്വാസം തർക്കവിധേയമാണ്, അത് ശാസ്ത്രീയമായി തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, ഇനി ഒട്ടും കഴിയുകയുമില്ല. യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്നത് സത്യം, എന്നാൽ കുരിശിൽ മരിച്ചു എന്നത് വിവാദപരം. ഈ വിവാദത്തെയാണ് ഹോൾഗർ കർസ്റ്റൺ പരിശോധിച്ചത്. മരിച്ച ശേഷം ക്രിസ്തുവിനെ അടക്കി എന്ന് ബൈബിളിലില്ല. ഒന്ന് അറയിൽ വെച്ചു എന്നേ ഉള്ളൂ. അത് ശവസംസ്കാരമല്ല. 3-ാം നാൾ സുഗന്ധലേപനങ്ങളുമായി സ്ത്രീകൾ ചെല്ലുന്നത് മൃതദേഹത്തിൽ പുരട്ടാനാണ്. മൃതശരീരം കുഴിച്ചിട്ടില്ല എന്നും മൃതശരീരം കുഴിച്ചിട്ടില്ല എന്ന് സാരം. മരിച്ച ശരീരം 3-ാം നാൾ അഴുകാൻ തുടങ്ങിയിരിക്കും. ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന സ്ത്രീകൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. 3-ാം നാൾ ഉയർത്തു എന്നത് വിവാദ വിഷയമാകുന്നു. ഇന്ത്യയിലെത്തി ജീവിച്ചു എന്നാണ് കർസ്റ്റൺ വാദിക്കുന്നത്. 40-ാം നാൾ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് വിവാദപരം എന്നർത്ഥം. ഇനി ക്രിസ്തുവിൻ്റെ അജ്ഞാതവാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വിവരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ 2 ഘട്ടങ്ങളെപ്പറ്റി ചരിത്ര പണ്ഡിതന്മാർ ഗവേഷണം നടത്തിയിട്ടുണ്ട്. 1 12 മുതൽ 30 വയസ്സ് വരെയുള്ള കാലം. 2 ക്രൂശിക്കലിന് ശേഷമുള്ള കാലം. ആദ്യഘട്ടത്തിൽ ക്രിസ്തു ഇന്ത്യയിൽ തക്ഷശില സർവകലാശാലയിൽ ഉണ്ടായിരുന്നു എന്ന് അക്വാറിയൻ ഗോസ്പൽ ഓഫ് ദി ജീസസ് ക്രൈസ്റ്റ്, നാദ് നാമാവലി എന്നീ 2 പുസ്തകങ്ങൾ ഉദ്ധരിച്ച് ഗവേഷകർ പറയുന്നു. ഇത് ക്രിസ്തുവിൻ്റെ വിദ്യാഭ്യാസ കാലം. ചേതൻ നാഥും ഉദ്രക മഹർഷിയും അക്കാലത്ത് ക്രിസ്തുവിൻ്റെ ഗുരുക്കന്മാരായിരുന്നു. പഠിച്ചത് യോഗവിദ്യയും സ്പർശന ചികിത്സയും. ക്രിസ്തുവിൻ്റെ അജ്ഞാതവാസ കാലത്ത് ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേയിൽ നിന്ന് 34 കിലോമീറ്റർ അകലെയുള്ള ഹെമിസ് എന്ന ബുദ്ധ സന്യാസാശ്രമത്തിൽ താമസിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നിക്കോളാസ് നോട്ടോവിച്ച് എന്ന റഷ്യൻ ചരിത്ര ഗവേഷകൻ 1887 ഒക്ടോബർ മാസത്തിൽ ഈ ആശ്രമം സന്ദർശിക്കുകയും അവിടുത്തെ രേഖകൾ പരിശോധിക്കുകയും അദ്ദേഹം പോണ്ടിച്ചേരിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ഒരു പരിഭാഷകന്റെ സഹായത്താൽ പാലി ഭാഷയിലുള്ള രേഖകളുടെ ഫ്രഞ്ച് പരിഭാഷ തയ്യാറാക്കുകയും ഉണ്ടായി. വളരെയധികം ത്യാഗം സഹിച്ച് സമ്പാദിച്ച ഈ പരിഭാഷയുടെ കയ്യെഴുത്ത് പ്രതിയുമായി നോട്ടോവിച്ച് കത്തോലിക്ക സഭയിലെ
പല പ്രമുഖരെയും കാണുകയുണ്ടായി. സംഗതിയുടെ അപകടം മനസ്സിലാക്കിയ കത്തോലിക്ക സഭയിലെ പുരോഹിതവർഗം ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും നോട്ടോവിച്ചിനെ പിന്തിരിപ്പിക്കുവാൻ പല അടവുകളും പയറ്റി. നോട്ടോവിച്ച് ആദ്യം കണ്ടത് കീവ് എന്ന് വെച്ചാൽ റഷ്യയിലെ കീവിലെ മെത്രാപ്പൊലീത്തയാണ്. ഒരു കാരണവശാലും ഇത് പ്രസിദ്ധീകരിക്കരുതെന്ന് മെത്രാപ്പൊലീത്ത കർശനമായി വിലക്കി. പിന്നീട് നോട്ടോവിച്ച് കണ്ടത് പാരീസിലെ കർദിനാൾ റോട്ടേലിയെ ആണ്. ഇത് പ്രസിദ്ധപ്പെടുത്തരുത് എന്നും പ്രസിദ്ധപ്പെടുത്തിയാൽ സഭയുടെ ശത്രുക്കൾക്ക് ഇതൊരു നല്ല ആയുധമാകുമെന്നും അദ്ദേഹം വാദിച്ചു. വത്തിക്കാനിലെ ഒരു ഉന്നത വ്യക്തി പണം കൊണ്ട് നോട്ടോവിച്ചിനെ സ്വാധീനിക്കുവാൻ ഒരു ശ്രമം നടത്തി. കയ്യെഴുത്തു പ്രതി കൊടുത്താൽ എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഈ പ്രലോഭനങ്ങൾക്കൊന്നും വഴങ്ങാതെ നോട്ടോവിച്ച് 1894 ആ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. ക്രിസ്തുവിൻ്റെ അജ്ഞാതവാസം, ദ അൺനോൺ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ ക്രിസ്തുവിൻ്റെ 18 വർഷത്തെ അജ്ഞാതവാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ 18 വർഷത്തെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പറ്റി ബൈബിളിലോ മറ്റാധികാരിക ഗ്രന്ഥങ്ങളിലോ പ്രതിപാദിച്ചിട്ടില്ല എന്നത് തന്നെ ക്രിസ്തുവിൻ്റെ ഇന്ത്യയിലെ വാസത്തെ പറ്റിയുള്ള നിഗമനങ്ങൾ ശരിവെക്കുന്നു. ഇത് ഡോക്ടർ CP മാത്യു എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ച് തരുന്നതാണ്. ക്രൂശിക്കലിന് ശേഷം ഇന്ത്യയിലെത്തിയ ഹിമാലയ താഴ്വരയിൽ ആശ്രമം സ്ഥാപിച്ച് 80 വയസ്സുവരെ ജീവിച്ചു എന്ന്, കാശ്മീരിൽ വെച്ച് മരിച്ചു എന്നും, ശ്രീനഗറിലെ റോസാബാലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നുമാണ് വിശ്വാസം. ഈ വാദങ്ങളിലെ വിശദാംശങ്ങളിലേക്ക് ഒന്നുകൂടി നമുക്ക് കടക്കാം. ഈശോ നബിയുടെ ഖബറിടം ഹോൾഗർ കർസ്റ്റൺ ഈ ശവകുടീരം, കാശ്മീരിലെ ഈ ശവകുടീരം ഒന്ന് തുറന്നു പരിശോധിക്കുന്നതിന് 1989 6 മാസത്തോളം ശ്രീനഗറിൽ താമസിച്ച് ഒരു ശ്രമം നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുമെന്ന് ഭയന്ന് പോലീസ് മേധാവികളുടെ എതിർപ്പിന്റെ ഫലമായി സർക്കാർ കൊടുത്ത അനുവാദം പിൻവലിച്ചു. താമസം വിന കാശ്മീരിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയും കർസ്റ്റൺ സ്ഥലം വിടുകയും ചെയ്തു. അതുകൊണ്ട് ആ ഈശോ നബിയുടെ ഖബറിടം അളക്കാൻ സാധിച്ചില്ല. ഇനി ബൈബിളിലേക്ക് അടക്കണം. ബൈബിൾ പ്രകാരം ക്രിസ്തു 12-ാം വയസ്സിൽ പാലസ്തീൻ ദേശത്ത് നിന്നും അപ്രത്യക്ഷനായി. 30-ാം വയസ്സിലാണ് പിന്നീട് അവിടെ എത്തുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നതും. ഇതിനിടയ്ക്കുള്ള 18 വർഷം ക്രിസ്തു എവിടെയായിരുന്നു എന്ന് ബൈബിളിലോ മറ്റ് ആധികാരിക ഗ്രന്ഥങ്ങളിലോ ഇല്ല. നാഥയോഗികൾ എന്നൊരു ഹിന്ദു സന്യാസ സമൂഹമുണ്ട്. അവർ കൂടുതലും വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അവരുടെ രൂഢമൂലമായ നാഥ നാമാവലിയിൽ ഈശോനാഥ് എന്ന വിശുദ്ധൻ 14-ാം വയസ്സിൽ ഇന്ത്യയിൽ വന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടുത്തെ താമസം കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് തിരികെ പോയതായും അവിടെ അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് പഠിച്ച കാര്യം പ്രചരിപ്പിച്ചതായും അതിൽ കുപിതരായ അവിടുത്തെ പുരോഹിതന്മാർ അദ്ദേഹത്തെ പിടികൂടി ക്രൂശിച്ചതായും, എന്നാൽ അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് അഭ്യസിച്ച സ്തംഭനാദി യോഗവിളികൾ കൊണ്ട് കുരിശുമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായും, ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ചേതൻനാഥ് എന്ന നാഥയോഗിയുടെ സഹായത്താൽ വീണ്ടും ഇന്ത്യയിൽ വന്ന് നാഥയോഗികളുടെ സഹായത്താൽ ഹിമാലയ താഴ്വരയിൽ ഒരു ആശ്രമം സ്ഥാപിച്ചതായും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് യേശു ക്രിസ്തുവിൻ്റെ മരണശേഷമുള്ള സത്യമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു, യേശു മരണത്തിൽ നിന്ന് അതിജീവിച്ചു എന്നുള്ളതെല്ലാമാണ് ബൈബിളിൽ പറയാത്ത ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം. അതിലൂടെയാണ് ക്രിസ്തുമതം പ്രചരിക്കുന്നത്. അത് 100% തെറ്റാണെന്ന് വിവരിക്കുന്നു. അടുത്തത്, പട്ടാളക്കാരും ശത്രുക്കളും ക്രിസ്തുവിനെ വളരെയധികം ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നതും കുരിശിൽ തറച്ചു എന്നതും ശരിയാണ്. പക്ഷേ വൈദ്യശാസ്ത്ര വീക്ഷണത്തിൽ മാരകമായ ഒരു മുറിവും ക്രിസ്തുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നില്ല. ബൈബിളിലെ പ്രസ്താവന അനുസരിച്ച് ഏകദേശം 12 മണിക്കാണ് ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മരിക്കുകയും ചെയ്തു. ഈ പെട്ടെന്നുള്ള മരണം പീലാത്തോസിൽ സംശയം ജനിപ്പിക്കുകയും എല്ലാം ശരിയായിരുന്നോ എന്ന് പീലാത്തോസ് പട്ടാള മേധാവിയോട് അന്വേഷിക്കുകയും ചെയ്തതായി മാർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 44 വാക്യത്തിൽ കാണുന്നു. ഈ പെട്ടെന്നുള്ള മരണവും സംശയാസ്പദമായിരുന്നു എന്ന് സാരം. അപ്പോൾ യേശു മരിച്ചിട്ടില്ല. ഇനി ഹഠയോഗവും റേക്കിയും. സ്തംഭനം എന്ന ഹഠയോഗ വിദ്യയാണ് ക്രിസ്തു കുരിശിൽ കിടന്ന് പ്രയോഗിച്ചത്.
18 വർഷം ക്രിസ്തു ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് അന്ന് മിക്കവാറും തക്ഷശില സർവകലാശാലയിലാണ് അഭ്യസിച്ചിരുന്നത് എന്നും ഗവേഷകർ വിശ്വസിക്കുന്നു. BC 700 സ്ഥാപിതമായ സർവകലാശാലയിൽ ഈ സ്ഥലം ഇപ്പോൾ പാകിസ്ഥാനിലാണ്. 60 വിവിധ ഡിപ്പാർട്ട്മെന്റുകളും 10,500 വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ പ്രഗത്ഭരായ അധ്യാപകർ മിക്കവാറും മഹർഷിമാർ ആയിരുന്നു. അവിടെ പഠിപ്പിച്ചിരുന്നത് ക്രിസ്തുവിനെ സ്പർശന ചികിത്സ അഭ്യസിപ്പിച്ചത് ഉദ്രകൻ എന്ന മഹർഷിയായിരുന്നു എന്ന് അക്വാറിയൽ ഗോസ്പൽ ഓഫ് ദി ജീസസ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു വെള്ളത്തിന് മുകളിൽ കൂടി നടന്നത് ഒരു അത്ഭുതമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെള്ളത്തിന് മുകളിൽ കൂടി നടക്കുന്നത് ഹഠയോഗത്തിലെ ഒരു അഭ്യാസമാണ്. അങ്ങനെ ഹഠയോഗത്തിലും സ്പർശന ചികിത്സയിലും തക്ഷശിലയിൽ നിന്നും ക്രിസ്തു പ്രാവീണ്യം നേടി. സ്തംഭനം എന്ന ഹഠയോഗ വിദ്യയാണ് ക്രിസ്തു കുരിശിൽ കിടന്ന് പ്രയോഗിച്ചത്. ശരീരം മുഴുവൻ നിശ്ചലമാക്കുന്നതാണ് ഈ വിദ്യ. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും വരെ പരിപൂർണമായി നിർത്താം. അടുത്ത കാലത്ത് റഷ്യയിൽ ജീവിച്ചിരുന്ന ഉൾഫ് മെസ്സിംഗ് എന്ന അഭ്യാസിക്ക് 3 ദിവസം വരെ ഈ അവസ്ഥയിൽ കിടക്കുന്നതിന് കഴിവുണ്ടായിരുന്നു. ഇനി ബൈബിളിലേക്ക് വീണ്ടും പോവാൻ. അമരത്തിയാക്കാരൻ ഔസേപ്പ് പീലാത്തോസിനോട് അനുവാദം വാങ്ങി ക്രിസ്തുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങി രാത്രിയോടുകൂടി അവിടെ എത്തിയ നിക്കോഡമസ് കൊണ്ടുവന്ന 100 റാത്തൽ ചെന്നിനായകവും മീറയും കൂടിയുള്ള മിശ്രിതം ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പുരട്ടി ശരീരം തുണിയിൽ പൊതിഞ്ഞ് തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു തോട്ടത്തിൽ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത അറയിൽ സൂക്ഷിച്ചു എന്ന് ധനാഢ്യനായ ഔസേപ്പ് ആ ഇടയ്ക്ക് വാങ്ങിയ സ്ഥലമായിരുന്നു ആ തോട്ടം. അവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ മരിക്കാത്ത ശരീരം ചേർത്തത്. ഇനി ബൈബിളിലെ വിവരം. ക്രിസ്തുവിൻ്റെ ശരീരം കല്ലറയിൽ അടക്കി എന്നല്ല, വെച്ചു എന്ന് മാത്രമേ സുവിശേഷകർ പറയുന്നുള്ളൂ. പിന്നീട് ഗലീലിയായിലെ സ്ത്രീകൾ സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കല്ലറയ്ക്കൽ എത്തി എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു. മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മ മറിയവും ശലോമിയും സുഗന്ധദ്രവ്യവും വാങ്ങി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കല്ലറയ്ക്കൽ ചെന്ന് എന്ന് മാർക്കോസിൻ്റെ സുവിശേഷത്തിലും പറയുന്നു. സംസ്കരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം എടുത്ത് ആരും സുഗന്ധം പൂശാറില്ല. സംസ്കാരത്തിന് മുൻപ് മൃതദേഹം കുളിപ്പിക്കുന്നത് യഹൂദരുടെ പ്രധാന ആചാരമാണ്. ക്രിസ്തുവിനെ കുളിപ്പിച്ചിട്ടില്ല, ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് അടുത്തുള്ളവർക്ക് അറിയാമായിരുന്നു എന്നതിന് തെളിവാണ് ഈ സംഭവങ്ങൾ. എന്തിന് മൃതശരീരത്തിൽ ചെന്നിനായകം പുരട്ടി? എല്ലാത്തരം മുറിവുകളും ചതവുകളും സുഖപ്പെടുത്തുന്ന മരുന്നാണ് ചെന്നിനായകം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാം വാക്യത്തിൽ ചെന്നിനായകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് അടുത്തുള്ളവർക്ക് നിശ്ചയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നീരും ചതവും സുഖപ്പെടുന്നതിന് ചെന്നിനായകം പുരട്ടിയത്. മൃതശരീരത്തിൽ ആരും ചെന്നിനായകം പുരട്ടാറില്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന ഭാഗത്തിൽ പറയുന്നു. പിറ്റേ ദിവസം സ്തംഭനത്തിൽ നിന്നും ഉണർന്ന ക്രിസ്തു കുറേ നാൾ അവിടെ തന്നെ ഒളിവിൽ താമസിച്ച ശേഷം അദ്ദേഹം 18 വർഷം ചെലവഴിച്ച ഇന്ത്യയിലേക്ക് തന്നെ തിരികെ പോന്നു. ക്രിസ്തു ഉടലോടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന ക്രിസ്തീയ വിശ്വാസം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാര്യത്തിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പറഞ്ഞതുപോലെ ശാസ്ത്രത്തിനും യുക്തിക്കും നിരക്കുന്നതല്ല. ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. പക്ഷേ ശരീരം എങ്ങോട്ട് പോയി? ഈ ചോദ്യം ഒരു ഡോക്ടറാണ് ചോദിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ ചോദിക്കുന്നു. ഇനി അടുത്തത് ക്രിസ്തുവിനെ പുതപ്പിച്ച പുതപ്പ്. ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല എന്നതിന് പ്രധാന തെളിവ് ക്രിസ്തുവിൻ്റെ ശരീരം പുതപ്പിച്ച പുതപ്പാണ്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ പ്രൊഫസർ വിഗ്നോൺ 46 വർഷം ഈ പുതപ്പിനെ പറ്റി നടത്തിയ ഗവേഷണം തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പുതപ്പിനകത്തുണ്ടായിരുന്ന ശരീരം വിയർത്തു എന്നതാണ്. വിയർപ്പും ചെന്നിനായകത്തിൻ്റെ കറയും കൂടി കലർന്നുണ്ടായ രാസവസ്തുവാണ് പുതപ്പിൽ പതിഞ്ഞിരുന്ന അടയാളങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ശവശരീരം വിയർക്കുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കുമ്പോൾ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് ഈ പുതപ്പ്. സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടം പിടിച്ച തെളിവായതുകൊണ്ട് പുതപ്പ് വ്യാജമാണെന്ന് വരുത്തി തീർക്കുന്നതിനായി സഭാധികാരികൾ പണിപ്പെടുകയാണ്. ഇംഗ്ലീഷിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ദ ജീസസ് കോൺസ്പിറസി ബൈ ഹോൾഗർ കർസ്റ്റൺ ആൻഡ് E.R. ഗ്രൂബർ, എലിമെന്റ്സ് ബുക്സ് 1945 പ്രസിദ്ധീകരിച്ചു.
ഈ പുസ്തകത്തിൻ്റെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കള്ളക്കളികളെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പുതപ്പിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് വിവരിക്കുന്നുണ്ട്. സഭാധികാരികളുടെ പ്രബോധനങ്ങളെയും നിർദ്ദേശങ്ങളെയും കണ്ണുമടച്ച് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്ന പ്രവണത മാറി വരുന്നു. ഒരു പ്രസ്ഥാനത്തിൻ്റെ കാതലായ ഭാഗങ്ങൾ പൊള്ളയാണെന്നുള്ള വസ്തുത മനസ്സിലാകുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ അധപ്പതനം അകലെയല്ല എന്ന് കാണാം. ക്രിസ്തുമതത്തിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ സംഭവിച്ചത് ഇതാണ്. 1992 ജർമ്മനിയിൽ നടത്തിയ ഒരു സർവേ തെളിയിക്കുന്നത് ഇതാണ്. ക്രിസ്തുവിനെ പറ്റിയുള്ള സഭയുടെ പ്രബോധനങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് 4/3 പേരും വിശ്വസിക്കുന്നില്ല. 3/4 ജനങ്ങളും ബൈബിളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള സഭയുടെ പ്രബോധനത്തോട് സർവേയിൽ പങ്കെടുത്ത എല്ലാവരും വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അപ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനല്ല. കോർസ്റ്റന്റെ അഭിപ്രായത്തിൽ ഒരു നുണ 2000 വർഷം അതിജീവിച്ചു എന്നതുകൊണ്ട് നുണ തന്നെയായിരിക്കും, സത്യമാവുകയില്ലല്ലോ എന്ന് വിവരിക്കുന്നുണ്ട്. ഇനി സഭയുടെ ചരിത്രം ഡോക്ടർ CP മാത്യു വിവരിക്കുന്നു. ദൈവപരിപാലനം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സഭയുടെ ചരിത്രം തീർത്തും ഇരുളടഞ്ഞതാണ്. ഗലീലിയോയെ തുറുങ്കിലടച്ച് പീഡിപ്പിക്കുകയും ജോൺ ഓഫ് ആർക്കിനെ തുണികെട്ടി മണ്ണെണ്ണ ഒഴിച്ച് തീവെച്ച് കൊല്ലുകയും ലക്ഷക്കണക്കിന് സ്ത്രീകളെ ദുർമന്ത്രവാദിനികൾ എന്ന് മുദ്രകുത്തി കശാപ്പ് ചെയ്യുകയും ചെയ്ത സഭയ്ക്ക് ദൈവ പരിപാലനം എങ്ങനെ അവകാശപ്പെടാൻ സാധിക്കും? 60 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേംബറിൽ കയറ്റിക്കൊന്ന ഹിറ്റ്ലറോട് 13-ാം പിയൂസ് മാർപ്പാപ്പ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഹിറ്റ്ലർ ആ ക്രൂരകൃത്യത്തിൽ നിന്നും പിന്മാറിയേനെ എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ക്രിസ്തുവിനെ കുരിശിൽ തറച്ച ജൂതന്മാരോടുള്ള ശത്രുതയാകാം മാർപ്പാപ്പയെ സ്വാധീനിച്ചത് എന്ന് അനുമാനിക്കുന്നു. ഈ പാപത്തിന് പ്രായശ്ചിത്തമെന്നോണം ജോൺ പോൾ II മാർപ്പാപ്പ ജെറുസലേമിൽ പോയി ജൂതന്മാരോട് ക്ഷമ ചോദിച്ചത് നാം കണ്ടു. സഭയുടെ ആദ്യകാല ചരിത്രം ഓർമ്മിക്കുവാൻ ഒട്ടും സുഖകരമായിട്ടുള്ള കാര്യമല്ല. ഏകദേശം 100 വർഷം നീണ്ട കുരിശു യുദ്ധങ്ങൾ, ശത്രുക്കൾ എന്ന് കരുതുന്നവരെ നിഷ്ഠൂരം ഇഞ്ചിഞ്ചായി കൊല ചെയ്യുന്ന ഇൻക്വിസിഷൻ കാലഘട്ടവും മനം പുരട്ടുന്ന ഓർമ്മകളാണ്. പേപ്പസിയുടെ ചരിത്രവും വളരെ ഇരുളടഞ്ഞതാണ്. ഒരേ സമയം 2-3 മാർപ്പാപ്പമാർ സഭയ്ക്കുണ്ടായിരുന്നു. അവർ തമ്മിൽ കലഹവും നെപ്പോട്ടിസം എന്ന വാക്ക് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സമ്മാനിച്ചത് വത്തിക്കാനാണ്. ഒരു മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അനന്തരവനെ മാർപ്പാപ്പയാക്കി. അങ്ങനെയാണ് സ്വജനപക്ഷപാതത്തിന് നെപ്പോട്ടിസം എന്ന വാക്കുണ്ടായത്. ക്രിസ്തുബ്ദം 854 മുതൽ 857 വരെ വത്തിക്കാൻ ഭരിച്ചിരുന്ന പോപ്പ് ജോൺ 8 ഒരു സ്ത്രീയായിരുന്നു എന്ന കാര്യം ആളുകൾ മനസ്സിലാക്കിയത് അവർ അവിഹിത ഗർഭം ധരിച്ചപ്പോഴാണ്. ജനം അവരെ കല്ലെറിഞ്ഞു കൊന്നു. AD 800 മുതൽ 1600 വരെയുള്ള കാലഘട്ടത്തിൽ സഭ ഭരിച്ചിരുന്ന പല മാർപ്പാപ്പമാർക്കും ഭാര്യമാരും വെപ്പാട്ടിമാരും സന്തതികളും ജാരസന്തതികളും ഉണ്ടായിരുന്നതായി രേഖകൾ വെളിപ്പെടുത്തുന്നു. AD 1534 മുതൽ 1539 വരെ സഭ ഭരിച്ചിരുന്ന പോൾ III മാർപ്പാപ്പയ്ക്ക് 4 മക്കളുണ്ടായിരുന്നു. 14-ഉം 16-ഉം വയസ്സുണ്ടായിരുന്ന 2 അനന്തരവന്മാരെ അദ്ദേഹം കർദിനാളന്മാരായി വാഴിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കിരീടധാരണ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചുമകൻ്റെ മാമോദിസായി നടത്തിയത്രേ. കത്തോലിക്കാ സഭയിലെ പുരോഹിത വൃന്ദത്തിന് പറ്റിയ മാതിരിയുള്ള അപജയം മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിലെ വൈദികർക്ക് സംഭവിച്ചിട്ടില്ല. ഇതിന് പ്രധാന കാരണം അവരുടെ വൈദികർ വിവാഹിതരാണെന്നതായുള്ളതാണ്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പോലും വിവാഹിതനാണല്ലോ. കത്തോലിക്ക വൈദികരുടെ നിർബന്ധിത ബ്രഹ്മചര്യമാണ് കത്തോലിക്ക സഭയുടെ ശാപം. ലൈംഗിക വിവാദങ്ങളിൽപ്പെട്ട മെത്രാന്മാരും വൈദികരും ജയിലുകളിൽ കഴിയുന്നുണ്ട്. അമേരിക്കയിൽ 500ഓളം വൈദികർ വർഷങ്ങൾക്ക് മുമ്പ് ലൈംഗികമായി പീഡിപ്പിച്ച 2000ഓളം ബാലന്മാർക്ക് നഷ്ടപരിഹാരമായി കോടിക്കണക്കിന് ഡോളറാണ് ഇന്നും സഭ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി അമേരിക്കയിലെ ചില രൂപതകൾ സാമ്പത്തികമായി പാപ്പരായത്രേ. കത്തോലിക്ക വൈദികരുടെ ലൈംഗിക ആഭാസങ്ങളെ പറ്റിയുള്ള വാർത്തകൾ നിരന്തരം പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ആരോഗ്യമുള്ള പുരുഷന്റെ ലൈംഗിക വികാരം വളരെ ശക്തമായ ഒന്നാണ്. അത് അമർച്ച ചെയ്യുവാൻ എത്ര ശ്രമിച്ചാലും ഇരട്ടി ശക്തിക്ക് അത് തിരിച്ചടിക്കുമെന്ന് വൈദ്യശാസ്ത്രം വെളിപ്പെടുത്തുന്നു. മാർപ്പാപ്പ മുതൽ വൈദികന്മാർ വരെയുള്ള
അപജയത്തിന് കാരണം ഇതാണ്. അരിസോണ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി പ്രൊഫസറും ഒരു കത്തോലിക്ക വൈദികനുമായ ഫാദർ ആൻഡ്രൂസ് ഗ്രീലി തൻ്റെ ദ കാർഡിനാൾ സിൻസ് എന്ന പുസ്തകത്തിൽ മാർപ്പാപ്പമാരുടെയും കർദിനാളന്മാരുടെയും മെത്രാന്മാരുടെയും ഇടയിൽ നടക്കുന്ന പെണ്ണിൻ്റെയും പണത്തിൻ്റെയും ഇടപെടലിനെക്കുറിച്ചും അവരുടെ ഇടയിൽ നടക്കുന്ന ലൈംഗിക ചേഷ്ടകളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോണാണ് ഈ ലൈംഗിക അതിപ്രസരത്തിന് ഉത്തരവാദി. ആരോഗ്യമുള്ള പുരുഷന്മാരിൽ ഇതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായിരിക്കും. ചില പുരുഷന്മാരിൽ ഈ ഹോർമോൺ കുറവായിരിക്കും. ഇക്കൂട്ടർ നിരുപദ്രവകാരികളായിരിക്കും. വൈദിക വൃത്തിക്ക് പറ്റിയത് അങ്ങനെയുള്ളവരാണ്. ഇത് ഡോക്ടർ CP മാത്യുവിൻ്റെ വരികളാണ്. അക്രമവും അനീതിയും മാത്രമായിരുന്നു ആദ്യകാല സഭയുടെ മുഖമുദ്ര. യൂറോപ്പിലെ രാജകൊട്ടാരങ്ങളിലെല്ലാം നിത്യ സന്ദർശകരായിരുന്നു മതമേലധ്യക്ഷന്മാർ. അനിയന്ത്രിതമായ അധികാരങ്ങളും അവകാശങ്ങളും അവർക്കുണ്ടായിരുന്നു. അതിനാൽ ശത്രുക്കളെ വകവരുത്തുന്നതിന് സഭ ഈ രാഷ്ട്രീയ സ്വാധീനം വേണ്ടുവോളം ഉപയോഗിച്ചു. യൂറോപ്പിലെ ചക്രവർത്തിമാരുടെ സ്ഥാനാരോഹണ സമയത്ത് ചക്രവർത്തിമാരുടെ തലയിൽ കിരീടം വെക്കുന്നതിനുള്ള അധികാരം മാർപ്പാപ്പയ്ക്കായിരുന്നു. നെപ്പോളിയൻ ചക്രവർത്തിയാണ് അതിൽ നിന്ന് അന്ത്യം കുറിച്ചത്. മാർട്ടിൻ ലൂതറിനെ കയ്യിൽ കിട്ടിയിരുന്നു എങ്കിൽ സഭ അദ്ദേഹത്തെ ചുട്ടുകൊന്നേനെ എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. അദ്ദേഹം ജർമ്മനിയിലേക്ക് ഒളിച്ചോടുകയാണ് ചെയ്തത്. പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ആരംഭം അവിടെ നിന്നായിരുന്നുവല്ലോ. സഭാചരിത്രത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഞെട്ടലോടെ മാത്രമേ അവയെല്ലാം ഓർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു സഭയൊന്നും സ്ഥാപിച്ചിട്ടില്ലെന്നും ഇന്നത്തെ ക്രിസ്തുമതം പോളിൻ്റെ സൃഷ്ടിയാണെന്നും അതുകൊണ്ട് ക്രിസ്തുമതത്തെ ക്രിസ്ത്യാനിറ്റി എന്നല്ല പോളിയാനിറ്റി എന്നാണ് വിളിക്കേണ്ടത് എന്നുമാണ് കർസ്റ്റന്റെ അഭിപ്രായം. ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തികളാണ് ക്രിസ്തുവിൻ്റെ ദൈവശക്തികളായി തെളിവായി സഭ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പുട്ടപർത്തിയിലെ സത്യസായി ബാബയുടെ അത്ഭുത പ്രവർത്തികളെപ്പറ്റി 8 വർഷം ഗവേഷണം നടത്തിയ ഐസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസർ ഹരാൾഡ്സൺ PhD അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയ മിറാക്കിൾസ് ആർ മൈ വിസിറ്റിംഗ് കാർഡ്സ് എന്ന പുസ്തകം വായിച്ചാൽ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ ഒന്നുമല്ല എന്ന് മനസ്സിലാകും. അടുത്ത കാലത്ത് ബ്രസീലിൽ ജീവിച്ചിരുന്ന ജോസ് അരിഗോ 1921-1971 ഈ കാലയളവിൽ ജീവിച്ചിരുന്ന ജോസ് അരിഗോ എന്ന അത്ഭുത മനുഷ്യൻ ക്യാൻസർ ഉൾപ്പെടെ എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തി. വളരെ കുഴപ്പം പിടിച്ച ഓപ്പറേഷൻ പോലും വെറും പേനാക്കത്തി കൊണ്ട് നിർവഹിച്ചിരുന്നു അദ്ദേഹം. ദ സർജൻ ഓഫ് ദ റസ്റ്റി നൈഫ്, തുരുമ്പ് പിടിച്ച കത്തിയുടെ സർജൻ എന്നാണ് അദ്ദേഹത്തെ ജനം വിളിച്ചിരുന്നത്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രൊഫസർ പുഹാരിച്ചിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സംഘം അരിഗോയുടെ അത്ഭുത പ്രവൃത്തി നേരിട്ട് കണ്ട് ശാസ്ത്രത്തിന് അതീതമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ബട്രാൻ റസലിൻ്റെ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യൻ അല്ല എന്ന ഉപന്യാസ സമാഹാരത്തിൽ ക്രിസ്തുമതത്തിൻ്റെ പൊള്ളത്തരത്തെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വാസികളെ ഇരുട്ടിൽ നിർത്തുന്നതിനാണ് സഭ എന്നും ശ്രമിച്ചിരുന്നത്. ബൈബിൾ വായിക്കുവാൻ കത്തോലിക്കർക്ക് ഉണ്ടായിരുന്ന വിലക്ക് അടുത്ത കാലത്താണ് മാറിയത്. ബൈബിൾ വ്യാഖ്യാനം വൈദികന്റെ മാത്രം അവകാശമായിരുന്നു. അൽമേനി ബൈബിൾ വ്യാഖ്യാനിച്ചാൽ വഴിതെറ്റിപ്പോകുമത്രേ. സഭയുടെ രാഷ്ട്രീയ സ്വാധീനം അവസാനിച്ചതോടെ യൂറോപ്പിലെ സ്ഥിതി മാറിയെങ്കിലും അക്രമവാസന ക്രിസ്ത്യാനിയുടെ ജീനിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. 2ാം ലോക മഹായുദ്ധങ്ങളും ക്രിസ്തീയ രാജ്യങ്ങൾ തമ്മിലായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കൂടി ഉൾപ്പെട്ടതായിരുന്നു അതിനൊരു അപവാദം. ഓഷോയുടെ അഭിപ്രായത്തിൽ ഒരു ഹിന്ദു രാജ്യമായ ഇന്ത്യ മാത്രമേ അതിൻ്റെ ചരിത്രത്തിൽ അന്യരാജ്യങ്ങളെ ആക്രമിക്കാത്തത്. ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും രക്തത്തിൽ ആക്രമണത്തിൻ്റെയും ക്രൂരതയുടെയും ജീനുകളാണ് മുന്തി നിൽക്കുന്നത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ജീനുകൾ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഹിന്ദുക്കളുടെ സസ്യാഹാര രീതിയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും മാംസാഹാര രീതിയുമാണത്രേ ഈ 3 കൂട്ടരുടെയും സ്വഭാവ വ്യത്യാസത്തിനുള്ള കാരണം. സസ്യാഹാരികൾ പൊതുവെ ശാന്തശീലരും മാംസാഹാരികൾ അക്രമവാസനയുള്ളവരുമാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. മൃഗങ്ങളിലും ഈ വ്യത്യാസം പ്രകടമാണ് എന്ന് പറയുന്നതോടുകൂടി പിന്നെ ഡോക്ടർ CP മാത്യു ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ 10 റെഫറൻസുകൾ കൂടി കൊടുക്കുന്നുണ്ട്. അവസാനം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എഴുതിയിരിക്കുന്നു ഓൾ ദ റെഫറൻസസ് ആർ അവൈലബിൾ ഇൻ ദ ഇൻ്റർനെറ്റ് എന്നുകൂടി അദ്ദേഹം വിവരിച്ച് ഡോക്ടർ CP മാത്യു എനിക്ക് അയച്ചു തന്നിരിക്കുന്ന പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിലുള്ള 15 വരികളിൽ 15 പേജുകൾ ഞാൻ വായിച്ചത് ധാരാളം ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെക്കുറിച്ചും സഭാചരിത്രത്തെക്കുറിച്ചും അതേപോലെ ക്രിസ്ത്യാനികളുടെ ഓരോ കർമ്മത്തെക്കുറിച്ചും ശാസ്ത്രീയമായിട്ട് വിവരിക്കണമെന്ന് 5-6 വ്യക്തികൾ എന്നോട് അറിയിച്ചു.
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ശാസ്ത്ര വീക്ഷണത്തോടുകൂടി എന്തെങ്കിലും വിവരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ബയസ്ഡ് ആണെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ ഒരു മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാൾ, അദ്ദേഹം നല്ല ക്രിസ്തുമത വിശ്വാസി തന്നെയാണെന്ന് തോന്നുന്നു, ക്രിസ്തുവിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിക്കുന്നു. അദ്ദേഹം എഴുതിയ ചെറിയ പുസ്തകം അദ്ദേഹം തന്നെ എനിക്ക് അയച്ചു തന്നത്, ഫോണിൽ വിളിച്ച് എൻ്റെ അഡ്രസ്സ് ചോദിച്ച് എനിക്ക് അയച്ചു തന്ന ആ പുസ്തകത്തിൽ ഒരു ഡോക്ടർ, പ്രിൻസിപ്പാള്, പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകളെക്കാൾ വിലപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ആ പുസ്തകത്തിലെ വരികൾ നിങ്ങൾ വായിച്ച്. നിങ്ങളിത് കേൾക്കണം, പഠിക്കണം. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിഷണറി പ്രവർത്തനത്തിനുള്ള പ്രത്യേക വിസ ക്രിസ്ത്യാനികൾക്ക്, വിദേശ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തു തുടങ്ങിയത്. ഭാരതം അടിമുടി മതപരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ അവർ പ്രവർത്തിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ സ്വാധീനം ഉറപ്പിച്ച് അവർ ഭൂരിപക്ഷമാകാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീൽമാരും ജഡ്ജിമാരും ഉൾപ്പെടെ എല്ലാവരും അവരവരുടെ മതം, ക്രിസ്തു മതം പ്രചരിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തു മതം, ക്രിസ്ത്യൻ സഭ, ഇതിൻ്റെ സത്യം നിങ്ങളിലേക്ക് എത്തിക്കലാണ് എൻ്റെ ദൗത്യം. പ്രണാമം, നമസ്കാരം.